യെസ്, അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ കൂടി നമുക്കൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, 6 ദിവസത്തെ ജയിൽവാസം മറ്റൊരു സാധ്യതയാക്കാൻ ബോബി ചെമ്മണ്ണൂർ ശ്രമിച്ചു എന്ന നിരീക്ഷണം ഒരുപക്ഷെ കോടതി നടത്തിയിട്ടുണ്ടാവാം. അത് കൂടുതൽ കോടതിയുടെ നിരീക്ഷണം വന്നാലും കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. എന്തായാലും 12 മണിക്ക് കേസ് വീണ്ടും പരിഗണിക്കുകയാണ്. രാവിലെ നടത്തിയ ചില പരാമർശങ്ങളിൽ കോടതി എന്താണ് ലക്ഷ്യമിടുന്നത് എന്ന കൃത്യമായ സൂചനകളുമുണ്ട്. അപ്പോൾ ഇതൊരു അസാധാരണ ഇടപെടലാണ് എന്ന തോന്നൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ ജാമ്യ വ്യവസ്ഥകളിലോ അല്ലെങ്കിൽ കൂടുതൽ നീക്കങ്ങളോ കോടതിയിൽ നിന്നുണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? കോടതിയുടെ നടപടികളെ സംബന്ധിച്ചുള്ള ഒരു പ്രഡിക്ഷനും ഒരു അഭിഭാഷകനും നടത്താൻ പാടില്ല. അത്തരം നടത്തുന്നത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഈ കോടതിയുമായി ബന്ധപ്പെട്ടോ മറ്റേതെങ്കിലും ഇത്തരം സമാനമായ വിധികളുമായി ബന്ധപ്പെട്ടോ എന്താണ് കോടതിയിൽ നടക്കാൻ പോവുക എന്നതിനെ സംബന്ധിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ ഇത്തരം കേസുകളിൽ മാത്രമല്ല, ഒരു റെഗുലർ ബെയിൽ പരിഗണിക്കുമ്പോൾ ബാക്കി ആയിരക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുന്ന ഒരു കോടതിയിൽ ഇത്തരം കേസുകൾ പ്രത്യേകമായി പരിഗണിക്കുന്നത് വ്യക്തിയുടെ സ്വാതന്ത്ര്യം പരമപ്രധാനമാണ് എന്ന് കോടതി കാണുന്നതുകൊണ്ടാണ്. ആ കോടതിയുടെ ഡിസ്ക്രിഷണറി ജൂറിസ്ഡിക്ഷനാണ്. ആ കോടതിക്ക് മാത്രം അതിനകത്ത് നിയമപരമായി കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ലാത്ത കാര്യമാണ്. ആ കോടതിയുടെ വ്യക്തി സ്വാതന്ത്ര്യം മറ്റ് കേസുകളെക്കാളും എല്ലാം ഗൗരവമുള്ളതാണെന്ന് കണ്ടെത്തിക്കൊണ്ട് എത്രയോ കാലത്തെ ഭരണഘടനാ യുദ്ധങ്ങൾക്ക് ശേഷമാണ് വാസ്തവത്തിൽ ഈ വ്യക്തി സ്വാതന്ത്ര്യം പരിഗണിക്കപ്പെട്ട് ഈ അളവിൽ ഗൗരവത്തോടുകൂടി കോടതിയിൽ പരിഗണിക്കപ്പെടുന്നത്. അങ്ങനെ പരിഗണിച്ച ഒരു കേസിൽ കോടതി കൊടുക്കുന്ന ജാമ്യത്തെ ആരെങ്കിലും ഏത് വ്യക്തിയായാലും അത് ലൈറ്റായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ആ കോടതിയുടെ നടപടികളുടെ ഗൗരവം എന്താണെന്നുള്ളത് അയാളെ ബോധിപ്പിക്കാൻ അല്ലെങ്കിൽ അയാൾക്ക് മനസ്സിലാവും വിധം, ബാക്കിയുള്ളവർക്കും കൂടി മനസ്സിലാവുന്ന വിധം ബോധിപ്പിക്കാനുള്ള അധികാരം കോടതിക്കുണ്ട്. അത് തീർച്ചയായിട്ടും ഏത് കേസിലായാലും കോടതികൾ പരിഗണിക്കും. കോടതികൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആളുകൾക്ക് പന്ത് തട്ടാനുള്ള ഒരു നടപടിക്രമമല്ല, അവരുടെ സൗകര്യത്തിന് എടുക്കാനുള്ള സംഗതിയല്ല. ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് പരമപ്രധാനമായി പരിഗണിക്കുന്ന ഒരു കോടതി വിധിയെ ഏതെങ്കിലും കക്ഷി ഏതെങ്കിലും സാഹചര്യത്തിൽ ഉല്ലംഘിക്കുകയോ താഴ്ത്തിക്കാട്ടുകയോ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് എന്താണ് ഇതിന്റെ ഗൗരവം എന്ന് അവരെ ബോധിപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അഭിഭാഷക സമൂഹത്തിനും കോടതിക്കും പൊതുസമൂഹത്തിനും ഈ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്. അത് ചെയ്യുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ഒരു കാര്യം, ഈ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ ഒരുപക്ഷെ ഇത്തരം പൊതുവേദികളിൽ പരാമർശം നടത്തുന്ന അല്ലെങ്കിൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ വെട്ടുകളികളുമായി വലിയ തരത്തിലുള്ള നീക്കം നടത്തുന്നവർക്കൊക്കെയുള്ള ഒരു സന്ദേശമാകണം എന്നൊരു തോന്നൽ ഈ കോടതി വിധി തുടക്കത്തിൽ ഈ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ അത്ര ചില സൂചനകൾ ഉണ്ടായിരുന്നു. കാരണം 6 ദിവസം അകത്ത് കിടന്ന പ്രതിയല്ലേ, അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കാമെന്ന് വാക്കാൽ പറയുന്നു, വൈകിട്ട് ഉത്തരവ് പുറത്തിറങ്ങുന്നു. ഇതൊക്കെ ഉള്ളപ്പോഴും ബോബിക്കെതിരെ കൃത്യമായ പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പൊതുവിൽ ഈ ജാമ്യ വ്യവസ്ഥയും അതിൻ്റെ സങ്കീർണതകളും മാറ്റി നിർത്തിയാൽ ഈ കേസ് ഈ കോടതി പരിഗണിക്കുമ്പോൾ ഇതൊരു പുതിയ തുടക്കമാകും. അതിത്രം ചില ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ? ആദ്യമായിട്ടൊന്നുമല്ല കൊടുത്ത ബെയിൽ അപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യുന്നത്. എൻ്റെ നിരവധി കേസുകളിൽ ഞാൻ നേരിട്ട് ബോധ്യമുള്ള കേസുകളിൽ ജാമ്യം കിട്ടുന്ന പ്രതികൾ കോടതിയോട് ബഹുമാനമില്ലാതെയോ അല്ലെങ്കിൽ അതിന്റെ കണ്ടീഷൻസ് വയലേറ്റ് ചെയ്തുകൊണ്ടോ അതിനെ താഴ്ത്തിക്കാട്ടുന്ന രീതിയിലോ പ്രവർത്തനത്തിന്റെ പേരിൽ കണ്ടീഷൻ ലംഘിച്ചതിന്റെ പേരിലൊക്കെ കോടതി ജാമ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ സാഹചര്യങ്ങൾ നമുക്ക് ഇന്ത്യയിൽ നിലവിലുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ കോടതി ചെയ്യുന്നത് എപ്പോഴും കോടതിയുടെ അന്തസ്സും അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങളുടെ മൂല്യവും ഉയർത്തിപ്പിടിക്കുക എന്നത് തന്നെയാണ്.